സൗന്ദര്യം എന്നുള്ളത് അംഗീകരിച്ച് നൽകേണ്ടത് ആരാണ്? സൗന്ദര്യം ഞാൻ ചോദിക്കട്ടെ, യുവജനോത്സവം ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളെടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ മാഡം വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യത്തിന് മാർക്ക് കൊടുക്കത്തുള്ളൂ, പറയാൻ എടുക്കാൻ പറ്റുമോ? ഇത് പറ മാഡം. സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൗന്ദര്യം എന്നുള്ളത് വെളുപ്പും കറുപ്പും. ആ കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല, നിങ്ങൾ തീരുമാനിക്കണ്ട. അതല്ല ചോദിച്ചത്. അല്ല എന്റെ കുട്ടീനെ ചാരിത്രം നോക്കാൻ വന്നത് പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞ മോൾ മത്സരത്തിന് പോകണ്ട, പഠിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്, സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഒരിക്കലും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കും. ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു? ഞങ്ങൾ കലാകാരന്മാർ വിചാരിച്ചിട്ട് വല്ലതും നടന്നു. സൗന്ദര്യം ഗവൺമെന്റ് തന്നെ വിചാരിക്കണം, ആ കോളെടുത്ത് കളയണം. പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം. ഞങ്ങൾക്ക് തിയറിയിലെ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. മനസ്സിലായ? ഞങ്ങൾ മനസ്സിലായില്ല. അതിന്റെ തുടക്കം പറ. ഞങ്ങൾ എന്ന് വെച്ചാല് അടുത്തന്നെ ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്ന് ആയിരിക്കട്ടെ. RLV ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, RLV ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. എനിക്ക് എന്താണ് മുമ്പും മേഡം ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, പലതരത്തിലുള്ള അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവൊക്കെ കൊണ്ടുവരാൻ പറ, അയാളോട് കൊണ്ടുവരാൻ പറ. നിങ്ങളുടെ ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞങ്ങളല്ലേ? പക്ഷേ മാഡം പറഞ്ഞ ഈ ഒരു കാര്യത്തെ ഏതോ ഒരു ചാനലിലെ ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിങ്ങൾ എല്ലാവരും ഒത്തല്ലോ. അതുപോലെ ഞങ്ങൾ ഒരിക്കലും ആരും നിൽക്കണ്ട. വേണ്ട, എനിക്ക് നീന പ്രസാദിന്റെ മേതിൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഞങ്ങളാ അവര് ഞാൻ ചോദിക്കട്ടെ, നീന പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു? ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ നീന പ്രസാദ് പറഞ്ഞു, മേതിൽ ദേവിക പറഞ്ഞു എന്നൊന്ന് എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയണം. അതായിക്കോട്ടെ, ഞങ്ങൾ കലാകാരന്മാരെന്നല്ല കലാമണ്ഡലത്തിൽ പഠിച്ച ടീച്ചേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് എന്റെ സഹോദര RLV ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല. അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല, എനിക്ക് ഒരു പരിചയമില്ല. ഇല്ല, പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ പ്രശ്നമല്ലേ നിങ്ങൾക്ക് അറിയണ്ടോ? നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമല്ലേ അറിയണോ? അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലാ അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ഇതെന്റെ വീടാ. മനസ്സിലായില്ല? ഇതെന്റെ വീടാ. കലാകാരന്മാരെ സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങൾ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? പറയാതെ കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോകണം. അല്ലാണ്ട് നിങ്ങളെ ഞാൻ നിങ്ങളെ വിളിച്ചില്ല. ഞാൻ നിങ്ങളെ വിളിച്ചോ? ഇല്ല. റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കയറ്റില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ല? നിങ്ങൾ എന്തിനാ വന്നേ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ വരും. വരേണ്ട ആവശ്യമുണ്ട്. പോയ മതി ഇത്രയൊക്കെ മതി. ചോദിക്കുന്നു ഈ ചോദ്യം വീണ്ടും നമ്മൾ ചോദിക്കുന്നു, താങ്കളെ സംബന്ധിച്ച് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വെളുപ്പാണോ? എന്തോന്ന് വെളുപ്പാണോ? അല്ല, നമ്മളിപ്പോൾ ഒരു അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോൾ കുട്ടികൾ കറുത്തിരിക്കും. അവർ നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ മത്സരത്തിന് പോകേണ്ട, പഠിച്ചോളൂ. എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. നിങ്ങൾ മത്സരത്തിന് പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികല്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാ പോകുന്നത്? അതെന്തിനാ അങ്ങനെ വെക്കുന്ന? എന്തിനാ അവര്? അപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ ചാനലുകാർ പോയി പറ. നിങ്ങൾ ചാനലുകാർ
സൗന്ദര്യം ആ കോളെടുത്ത് കളയാൻ പറയണം. സൗന്ദര്യ ഇപ്പൊ ഒരു മേക്കപ്പിന് ഒരു ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ചെയ്യണമെങ്കിൽ 5000 രൂപ മേടിക്കണം. എന്താ അറിയോ? അതായിക്കോട്ടെ. അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കണം. സൗന്ദര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു നിറമാകുന്നത്? മേഡം സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടാനല്ലേ വേദി കയറുന്നത്? ആണ്, അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കില്ല. സൗന്ദര്യം ഇല്ലാത്തവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണമെന്ന്. അപ്പൊ മേഡം ബാക്കിയുള്ളവരോ? അല്ല അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നു. വേദിയിൽ കയറിക്കോട്ടെ, വേദിയിൽ കയറിക്കോട്ടെ. ഈ നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ അത് മോശമായി പോയി, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെ നടത്തിയ അരെ ഞാൻ അതിന് ആരുടെയും പേരും പറഞ്ഞിട്ടില്ല, ജാതിയും മതവും പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് ആ പേര് അങ്ങോട്ട് പറയിപ്പിക്കണം. അല്ലെങ്കിൽ അത്രയല്ലേ. ചോദിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് മോശമായി പോയി എന്നൊരു അഭിപ്രായം താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടോ? അല്ല, ഇദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? റിപ്പോർട്ടർ ചോദിക്കണം, നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഉറപ്പുണ്ടോന്ന് എനിക്ക്. അല്ല, അത് അംഗീകരിച്ചു തരേണ്ടത് നമ്മുടെ കലാകാരന്മാരുടെ. അത് എന്റെ സൗന്ദര്യത്തിനെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ വന്നത്? ഞാൻ ആരും സൗന്ദര്യം ഒരു വ്യക്തി തന്റെ തനിക്ക് തെളിവുണ്ടോ? ഇയാൾക്ക് തെളിവുണ്ടാ? ഞാൻ കറുത്തവർക്ക് സൗന്ദര്യം ഇല്ല നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് പറയാറുണ്ടാ? ഇല്ല. ആര് പറഞ്ഞു? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമുക്ക് വന്നാലേ പറ്റുള്ളൂ. അതായത് ഒരു കലാകാരന്റെ അടിസ്ഥാനം സൗന്ദര്യം എന്നുള്ള സങ്കല്പത്തിന് അടിസ്ഥാനം നിറമാണ് എന്ന് മാഡത്തിന് എങ്ങനെയാണ് അത് അടിവരയിട്ട് പറയാൻ? എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ എനിക്ക് ആരുടെയും ചെലവില്ല. മാഡം ഒരു കലാകാരിയാണ്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഒരു സമൂഹത്തിനെ കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിനെ കൊണ്ട് ഇപ്പൊ ഒരു ഗുണമില്ല. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു, എന്റെ കുട്ടികള് എനിക്ക് ഫീസ് തരുന്നു, ഞാൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു. അത്ര. അല്ലാണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പാരിതോഷികങ്ങളോ അവാർഡുകളോ അവാർഡുകളോ ഒന്നും കിട്ടാറില്ല. പിന്നെ അസ്വസ്ഥത അത് എനിക്ക് തന്നെ അഭിപ്രായം പഠിക്കുന്ന കൈരളി ചാനലിൽ അറിയിക്കേണ്ട ആവശ്യമില്ല.